എന്താണ് പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത്? ആരെയാണ് പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത്? സി പി എമ്മിലെ പുതിയ പവർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണോ പി വി അൻവർ? പൊതുസമൂഹവും രാഷ്ട്രീയ വൃത്തങ്ങളെയുമൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും മുഖമടച്ച പ്രതികരണങ്ങളുമായി ആരോപണങ്ങളുമായി പി വി അൻവർ രംഗത്ത് വരുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഒരുപാടാണ്. നമുക്കറിയാം, പി വി അൻവർ ഒട്ടും നിസ്സാരക്കാരനല്ല. സി പി എമ്മിലെ സഹയാത്രികനായി 2 ടേമായി MLA ആയിരിക്കുന്ന ഒരാൾ, കോൺഗ്രസിനെയും ലീഗിനെയും വെല്ലുവിളിച്ചുകൊണ്ട് മലപ്പുറത്ത് പലപ്പോഴും തൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരാൾ, ഒരു പഴയ കോൺഗ്രസ്സുകാരൻ. സി പി എമ്മിൻ്റെ പിൻബലമില്ലാതെ തൻ്റെ ബിസിനസ് രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും നിലനിൽപ്പില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പവർഫുള്ളായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇത്ര ഗൗരവതരമായ ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ നമ്മൾ എന്തു കരുതണം എന്നുള്ളതാണ്. അവിടെയാണ് നിരവധിയായ സംശയങ്ങൾ ഉയരുന്നത്. സി പി എമ്മിൽ ഉയർന്നു വരുന്ന, നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം രാഷ്ട്രീയമായ ചില മാറ്റങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു എന്ന സൂചനയുണ്ട്. ഭരണത്തിൽ പാർട്ടി പിടിമുറുക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 8 വർഷത്തോളമായി പൂർണ്ണമായും പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഭരണം എന്ന് നമുക്കറിയാം. പാർട്ടിയുടെ ഇടപെടലൊക്കെ തുലോം വിരളമായിരുന്നു. പല ഘട്ടങ്ങളിലും ഈ സംസ്ഥാന സെക്രട്ടറി അടക്കം പിണറായി വിജയന് വിധേയനായി നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ ഒരു പരാജയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ തിരിച്ചടിയല്ല. കാരണം ശാക്തിക കേന്ദ്രങ്ങളിൽ നിന്ന് കൂടി വോട്ട് ഒലിച്ചു പോകുന്നു, കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന പ്രതീതി ഈ തോൽവി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ വെക്കേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം പ്രതിരോധത്തിലായ പാർട്ടിയാണ് ഇന്ന് ജനങ്ങളെ നേരിടുന്നത്, ജനങ്ങളുമായി സംസാരിക്കുന്നത്. അവിടെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരാളെ പോലും പാർട്ടിക്ക് മുകളിൽ വളരാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. അതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടു MV ജയരാജനെ പോലെ കരുത്തരായ, ഒരുപക്ഷെ ഇപ്പോൾ സി പി എമ്മിലുള്ള നേതാക്കളിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായിരുന്ന, ഏറ്റവും പരിചയസമ്പന്നനായ MV ജയരാജനെ പോലും തനിക്കൊരു നീതി ലഭിച്ചില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ LDFിൻ്റെ സംസ്ഥാന കൺവീനർ പദവിയിൽ നിന്ന് മാറ്റിയത്. വളരെ വ്യക്തമായി തന്നെ ആ പത്രസമ്മേളനത്തിൽ, ആ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന് സംഭവിച്ച ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അങ്ങനെ പാർട്ടി ഭരണത്തിൽ പിടിമുറുക്കുന്നു എന്ന ഒരു തോന്നൽ പൊതുവെയുണ്ട്. ഒരുപക്ഷേ പിണറായി വിജയനെ അടക്കം, മുഖ്യമന്ത്രി അടക്കം ചില കാര്യങ്ങളിൽ നിർദ്ദേശം നൽകുന്നു എന്ന തോന്നലുകൾ പൊതുവെയുണ്ട്. ഈ സാഹചര്യത്തിലാണോ പി വി അൻവർ തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന സംശയം പാർട്ടി അണികൾക്കിടയിലും പൊതുസമൂഹത്തിലും ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമാണ്. പാർട്ടിയിലും മുഖ്യമന്ത്രിയിലും ഒരുപോലെ സ്വാധീനമുള്ള, ഒരുപോലെ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പോലും വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്, സർക്കാരിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് കേവലം MR അജിത് കുമാർ എന്ന ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചാണോ പി വി അൻവറിൻ്റെ വിമർശനം എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നത്. പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് MR അജിത് കുമാറിനെ മാത്രമാണോ എന്ന ചോദ്യം ഉയരുന്നത്. അവിടെയാണ് ഈ സി പി എമ്മിൽ സമീപകാലത്തായി ഒരു പവർ ഗ്രൂപ്പ് രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുന്നു എന്ന സംശയം ഉയരുന്നത്. ആ പവർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണോ പി വി അൻവർ എന്ന സംശയം ഉയരുന്നത്. ആ പവർ ഗ്രൂപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്നു എന്ന സംശയം ഉയരുന്നത്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കറിയാം പാർട്ടി തലത്തിൽ, പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പാർട്ടിയിലെ അധികാര ഘടന അത് പൊളിച്ചെഴുതാനുള്ള നീക്കമാണോ പി വി അൻവറിനെ മുൻനിർത്തി ചിലർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യവും വളരെ പ്രധാനമായി ഉയരുന്നു. മുഖ്യമന്ത്രി കീഴിലുള്ള പോലീസിനെ അധോലോകമായി ചിത്രീകരിക്കുന്നു. മന്ത്രിമാരുടെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കൊലപാതകങ്ങൾ അടക്കം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞതുപോലെ മുൻകൈ എടുത്തിരിക്കുന്നു എന്ന പരാമർശം വരുന്നു. തൻ്റെ ജീവൻ പണയം വെച്ചും രാഷ്ട്രീയ ഭാവി നോക്കാതെയുമുള്ള ഈ തുറന്നു പറച്ചിലുകൾ ആരുടെയും ആശീർവാദമില്ലാതെ നടക്കില്ല എന്നാണ് പൊതുവെയുള്ള ഒരു നിരീക്ഷണം.
അത്രത്തോളം ധൈര്യം പി വി അൻവറിന് എങ്ങനെ വന്നു എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുകയാണ് പ്രധാനമായും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയും ആശീർവാദമില്ലാതെ, പിന്തുണയില്ലാതെ പി വി അൻവറിനെ പോലെയുള്ള ഒരു നേതാവിന് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്താൻ ആവില്ല എന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്കൊപ്പം പാർട്ടിയിൽ എം വി ഗോവിന്ദൻ പ്രബലനാകുന്നതിൻ്റെ സൂചനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടി വരുമോ? പറഞ്ഞത് പി ശശിയെക്കുറിച്ചാണെങ്കിലും സ്വാഭാവികമായും അത് കൊള്ളുന്നത് മുഖ്യമന്ത്രിക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പി ശശിയും എം ആർ അജിത് കുമാറും മാത്രമാണോ പി വി അൻവറിൻ്റെ ലക്ഷ്യം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം നമുക്കറിയാം, എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് നേരത്തെ വിജിലൻസ് മേധാവിയായിരിക്കുമ്പോൾ നടപടി സ്വീകരിക്കപ്പെട്ട് പുറത്തേക്ക് പോയ ആളാണ്. അദ്ദേഹത്തെ അതീവ ചുമതലയുള്ള, അതായത് അധികാരമുള്ള പോസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഈ മുഖ്യമന്ത്രിയുടെ കാലത്താണ്. മാത്രമല്ല പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൂടി വന്നതിന് ശേഷമാണ് എന്നുകൂടി നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കാരണം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നു, സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു ഇടനിലക്കാരൻ, അതായത് ഒരു ഇടനിലക്കാരനായ ഷാജ് കിരണുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിൻ്റെ ഫോൺ കോളുകൾ ഒരുപാട് പരിശോധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ക്രമസമാധാന വിഭാഗം ചുമതലയുണ്ടായിരുന്ന ADGP കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് എം ആർ അജിത് കുമാർ നിയമിതനായ സാഹചര്യം നമുക്കറിയാം. അത് ചില്ലറയൊന്നുമല്ല പോലീസ് സേനയിൽ അസ്വാരസ്യം ഉണ്ടാക്കിയത്. സംസ്ഥാന പോലീസ് മേധാവിയെ മറികടന്നു പോലും DGP പല അവസരങ്ങളിലും ADGP പല അവസരങ്ങളിലും നിർദ്ദേശം നൽകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി പോലീസ് സേനയിലുണ്ടായി. അത് പോലീസ് സേനയിലെ ശാക്തിക ചേരികളിൽ പോലും മാറ്റങ്ങളുണ്ടായി. വലിയ തോതിലുള്ള അസ്വാരസ്യം പോലീസ് സേനയിലുണ്ടാക്കി. DGP അല്ല, താനാണ് വലുത് എന്ന സന്ദേശം പലപ്പോഴും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകാനുള്ള നീക്കം എം ആർ അജിത് കുമാർ നടത്തി എന്നാണ് ആക്ഷേപം. ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ആശീർവാദമുണ്ടാകും, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആശീർവാദമുണ്ടാകും. ഇതിനിടയിലാണ് പി വിജയനെ പോലെ പോലീസ് സേനയിൽ എപ്പോഴും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആളെ ഏലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ പദവിയിൽ നീക്കുകയും അദ്ദേഹത്തിന് പുറകോട്ട് പോകേണ്ടി വരികയും ചെയ്യുന്നത്. അതിന് പിന്നിലും എം ആർ അജിത് കുമാറാണ് എന്ന ആരോപണം ഉയർന്നു വരികയാണ്. അപ്പോഴൊക്കെ പ്രതികാര ബുദ്ധിയോടുകൂടി പലരെയും സമീപിക്കുന്നു, തൻ്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാനായി പലതരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന ആക്ഷേപമൊക്കെ എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ട്. അവിടെയാണ് അദ്ദേഹം എന്തിൻ്റെ പേരിലാണ്, എന്ത് സ്വാധീനത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തിയിരുന്നത് എന്ന് പറയുന്നത്. പല പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും കണ്ണിലെ കരടായ ADGPക്കെതിരെ ശക്തമായ ആക്ഷേപം അൻവർ ഉന്നയിക്കുമ്പോൾ അത് നേരെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ. ഒപ്പം ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെയാണ്, മുഖ്യമന്ത്രിക്ക് നേരെയാണ്. എങ്ങനെ ഈ ധൈര്യം അൻവറിന് വന്നു? പൊതുസമൂഹം ചോദിക്കുകയാണ്, CPM വൃത്തങ്ങൾ ചോദിക്കുകയാണ്, പാർട്ടി അണികൾ ചോദിക്കുകയാണ്. എന്താണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്? ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകണം. എന്താണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്? കേവലം പി ശശിയും എം ആർ അജിത് കുമാറും മാത്രമാണോ അൻവറിൻ്റെ ലക്ഷ്യം? അതോ ഭരണത്തിൽ, സർക്കാരിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമാണോ ഈ പി വി അൻവറിൻ്റെ വാക്കുകൾ സ്വാധീനം എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും.